ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു നിനീസ് ടെയിൽസ്. അപ്പോൾ ഇന്ന് നമ്മളിത് സൗദിയിലെ ലുലുവിൽ പോവാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ലുലു എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കിയാലോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ല. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ സൗദിയിലെ ലുലു. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ സൗദിയിൽ വന്നിട്ട് ലുലുവിൽ വരുന്നത്. ഇപ്പോൾ റമദാൻ മാസമായതുകൊണ്ട് ഇവിടെ ഫുള്ള് നല്ല ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല കളർഫുൾ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളത് അവിടെ ഫ്രണ്ടിൽ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നേരെ നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് കേട്ടോ മെയിനായിട്ട് ലുലുവിൽ പോയത്. അപ്പോൾ ഇവിടെ വന്നാൽ നമുക്ക് എല്ലാ ബ്രാൻഡിലെയും അരി കിട്ടും എന്ന് കേട്ടു. അപ്പോൾ അങ്ങനെ ഞങ്ങളത് അരിയാണ് കേട്ടോ ഫസ്റ്റ് തന്നെ നോക്കുന്നത്. അപ്പോൾ അതേ മേരി എല്ലാം സൂക്ഷ്മ നിരീക്ഷണം നടത്തുന്നുണ്ട്. ഇനി അതിലെ A മുതൽ Z വരെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. പക്ഷേ ഇത് എന്തരിയാണെന്നൊന്നും എന്നോട് ചോദിക്കരുത്, എനിക്കിതിനെക്കുറിച്ച് യാതൊരുവിധ ഐഡിയയും ഇല്ല. അതിനുശേഷം ഞങ്ങളിത് എണ്ണയൊക്കെ നോക്കിയിട്ട് അവിടെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു, കാരണം നമുക്ക് ഓൾറെഡി എണ്ണ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളിതേ നമ്മുടെ ഏരിയലുണ്ടായിരുന്നു. അപ്പോൾ ഡിറ്റർജൻറ്റ് നോക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതേ നമ്മൾ ഏരിയലാണ് കേട്ടോ, ഞാൻ ഏരിയലാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഏതോ കണ്ടൊരു ഫ്ലേവർ ഇച്ചിരി മണത്ത് നോക്കിയപ്പോൾ നല്ലൊരു ഫ്ലേവറായിട്ട് തോന്നുന്നൊരു ഫ്ലേവർ അങ്ങ് എടുത്തു. അങ്ങനെ പിന്നെ നമ്മളിതേ വണ്ടിയും തള്ളിക്കൊണ്ട് മുന്നോട്ട് നടന്നപ്പോഴത്തേക്കും ദേ വീണ്ടും കുറേ ഭംഗിയുള്ള ഐറ്റംസ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഞാനിങ്ങനെ ജസ്റ്റ് കണ്ടുപോയി, ഇതെന്താണെന്ന് പോലും എനിക്ക് വലിയ പിടിയൊന്നുമില്ല. പിന്നെ ഞങ്ങളിതേ ഇങ്ങനെ കുറേ മീനുണ്ടായിരുന്നു, ഒരു മാർക്കറ്റ് പോലെ. അപ്പോൾ മീൻ, നമ്മുടെ ചിക്കൻ, അങ്ങനത്തെ ഐറ്റംസ് എല്ലാം കിട്ടുന്ന ആ ഒരു സ്ഥലത്ത് പോയി. പിന്നെ അറിയാമല്ലോ, ഹൈപ്പർ മാർക്കറ്റ് ആകുമ്പോൾ എല്ലാവിധ സാധനങ്ങളും ഉണ്ടാവുമല്ലോ. അങ്ങനെ പിന്നെ ഞങ്ങൾക്ക് ആവശ്യമുള്ള കുറേ സാധനങ്ങൾ ഞങ്ങൾ അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താണെന്ന് വെച്ചാൽ നാട്ടിലെ ലുലു പോലെ അങ്ങനെ ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒന്നും എനിക്കങ്ങനെ തോന്നിയില്ല. പിന്നെ നമ്മൾ മെയിനായിട്ട് പിന്നെ ഈ സാധനങ്ങൾ വാങ്ങിക്കണം എന്നുള്ള മൈൻഡിൽ പോയതുകൊണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ സാധനങ്ങൾ മാത്രം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ഫുഡ് ഐറ്റംസ് ഒന്നും തന്നെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാനിതൊക്കെ ഇങ്ങനെ കണ്ടപ്പോഴത്തേക്ക് ഇങ്ങനെ ഷൂട്ട് ചെയ്ത് നടന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു ഇങ്ങനെ ഷൂട്ട് ചെയ്ത് നടക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതേ നമ്മൾ ചപ്പാത്തി എടുത്തിട്ടുണ്ടായിരുന്നു, കാരണം ചപ്പാത്തി നമുക്ക് നല്ല അത്യാവശ്യം പോളിംഗ് ഉള്ളൊരു സാധനമാണ് ചപ്പാത്തി. അപ്പോൾ അതുകൊണ്ട് ചപ്പാത്തി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളിപ്പോൾ ഡെയിലി ഫുഡ് ഉണ്ടാക്കാൻ മടിയുള്ളപ്പോൾ നമ്മൾ കഴിക്കുന്നൊരു സാധനമാണ് ദോശ. അപ്പോൾ ദോശ ചുട്ട് കഴിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ദോശമാവ്, ദോശേൻ്റെ ബാറ്റർ ഒരെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ അത്യാവശ്യമായിട്ടുള്ളൊരു സാധനം. പിന്നെ അടുത്തത് പോയത് ഫ്രൂട്ട്സിൻ്റെ സെക്ഷനിലോട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫ്രൂട്ട്സിൻ്റെ അവിടെ നിന്ന് ഞാൻ കുറച്ച് ആപ്പിളും പിന്നെ ഓറഞ്ച് എടുത്തോന്ന് എനിക്ക് ഓർമ്മയില്ല, പക്ഷെ ഞാൻ ആപ്പിൾ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു കയ്യിൽ ഫോണും പിടിച്ചുകൊണ്ട് കവർ എടുക്കാൻ നോക്കിയിട്ട് നടക്കാത്തതുകൊണ്ട് ജോബി വന്ന് എന്നെ ഹെൽപ്പ് ചെയ്ത് തരുന്നതാണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പിന്നെ അതേ കുറച്ച് ആപ്പിൾ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, വേറെ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. പിന്നെ എനിക്ക് അങ്ങനെ സ്ട്രോബെറി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വേറെ ഒന്നും അങ്ങനെ ഫ്രൂട്ട്സിൻ്റെ ഐറ്റംസിൽ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങളതേ വേപ്പില തപ്പിപ്പോയതാണ് ഗൈസ് ഇവിടെ, പക്ഷെ ഇവിടെ വേപ്പില കിട്ടിയില്ല. പിന്നെ അതേ മിൽക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതേ ഒരു കേർഡും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതേ നോക്കിയപ്പോഴത്തേക്കും അവിടെ നമ്മുടെ ഡയറി മിൽക്ക് ഇരിക്കുന്നു, ഫേവറേറ്റ് സാധനം. അങ്ങനെ പിന്നെ അതേ ഡയറി മിൽക്ക് ഞങ്ങൾ 3 പേരും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതേ നമുക്ക് റൂമിൽ ഇടാനായിട്ട് മാറ്റ് വേണമായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ അതേ കുറച്ച് മാറ്റൊക്കെ നോക്കി, പക്ഷെ മുടിഞ്ഞ വില കാരണം ഒരെണ്ണം പോലും എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ. അടുത്തതായിട്ട് ഇതേ പോയിട്ടുണ്ടായിരുന്നത് ഫുഡ് വെയറിൻ്റെ സെക്ഷനിലോട്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതേ നമ്മുടെ പങ്കാളിക്ക് ഷൂ വേണമായിരുന്നു. അപ്പോൾ ഷൂ നോക്കി ഞങ്ങളങ്ങനെ ഷൂവിൻ്റെ സെക്ഷനിലോട്ട് എത്തിയേ. എനിക്ക് ഷൂ എല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, പക്ഷെ ഞാൻ ഷൂ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ജസ്റ്റ് ഇങ്ങനെ ഓരോന്നിങ്ങനെ നോക്കി കേട്ടോ. നോക്കിയപ്പോൾ തന്നെ ഇതേ കിടക്കുന്നു താഴെ. പിന്നെ ഞാൻ അത് അവിടെ തന്നെ പെറുക്കി വെച്ചേട്ടോ. ജോബിതെ വാങ്ങിയ ഷൂസ് നെഞ്ചത്ത് വെച്ചുകൊണ്ട് പോകുന്നുണ്ട്. അങ്ങനെ ഷൂസുമായിട്ട് ഞങ്ങൾ പോയത് നേരെ ഡ്രസ്സിന്റെ സെക്ഷനിലോട്ടാണ്. പക്ഷേ ആസ് യൂഷ്വൽ ഡ്രസ്സൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല, കാരണം എല്ലാത്തിനും നല്ല വിലയാണ് ഗൈസ്. പിന്നെ ഞങ്ങൾ കുറച്ച് സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ നോക്കി കേട്ടോ. ഞാനല്ല, അവരാണ് കേട്ടോ നോക്കിയത്. കാരണം വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളൊന്നും പെരുട്ടാത്ത ഞാൻ എന്തിനും ഇവിടെ വന്ന് വേറെ സാധനങ്ങൾ വാങ്ങിക്കണം. പൗഡറെങ്കിലും ഇട്ടുകൊണ്ട് പോകുന്നത് ഭാഗ്യം.
അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ. അങ്ങനെ പിന്നെ ഇതേ ഞങ്ങൾ ഈ സാധനങ്ങളെല്ലാം നോക്കി നിന്ന് ടൈം പോയത് അറിഞ്ഞില്ല. പിന്നെ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു കേട്ടോ. ബില്ലടിച്ചു, ഞങ്ങൾ അവിടെ നിന്ന് വേഗം തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇത്രയും ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ലുലു വ്ളോഗ്. അപ്പോൾ ഇനി നിങ്ങൾ പറ, നമ്മുടെ നാട്ടിലെ ലുലു ആണോ അതോ സൗദിയിലെ ലുലു ആണോ നല്ലതെന്ന്? എനിക്കെന്തായാലും നമ്മുടെ നാട്ടിലെ ലുലു തന്നെയാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ സന്ധിക്കും വരേക്കും വണക്കം.